മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ വാക്യം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 39. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയ്ക്ക് തന്റെ മരണം ആസന്നമാണെന്ന് അറിയാമായിരുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സമയമായിട്ടില്ല, അവിടെ നിന്ന് രക്ഷപ്പെടുന്ന അനുഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു വിധവാധ്യാനത്തിന് പോയ അവസരമാണിത്. വിധവകൾ തങ്ങളുടെ അനുഭവം പങ്കുവെച്ച നിമിഷങ്ങളിൽ ഒരു വിധവ പറയുകയായിരുന്നു, ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് മദ്യപിക്കാത്ത ഒരു ഭർത്താവിനെ കിട്ടണമെന്ന്. അവസാനം കിട്ടിയ ഭർത്താവോ തികഞ്ഞ മദ്യപാൻ. ഞാൻ പ്രാർത്ഥിച്ച വിശുദ്ധരോടൊക്കെ ഞാൻ പരാതി പറഞ്ഞു, എങ്കിലും എന്റെ ദൈവം എനിക്ക് തന്നതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അയാളെ സ്വീകരിച്ചു. അങ്ങനെ മുന്നോട്ട് പോയ അവസരങ്ങളിൽ ധാരാളം മർദ്ദനമേറ്റു. അങ്ങനെ ഞാൻ പഠിച്ചു. ചില സന്ദർഭങ്ങളിലൊക്കെ വളരെയേറെ ക്രൂദ്ധനായി വരുന്ന നിമിഷങ്ങളിൽ നേരെ നിൽക്കാതെ മാറി നിൽക്കുകയാണ് ഉചിതമെന്ന് മനസ്സിലാക്കി ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ജീവിച്ചെങ്കിലും ഒരേ ഒരു പ്രാർത്ഥനയാണ്, അദ്ദേഹം മദ്യപാനം കൈവെടിയണമേ എന്ന്. അതിനുവേണ്ടി ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. നിരാശപ്പെട്ട് കരഞ്ഞു നിറവിച്ചില്ല, ആരോടും പരാതി പറഞ്ഞുമില്ല. കർത്താവിനെല്ലാം സാധിക്കുമെന്ന് ഞാൻ ഏറ്റു പറഞ്ഞു. അവസാനം അദ്ദേഹം ഒരു ധ്യാനത്തിന് പോയി ഒരു പുതിയ മനുഷ്യനായി മാറി പൂർണ്ണമായും മദ്യത്തോട് വിട പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 10 വർഷം സന്തോഷകരമായി ജീവിച്ചു. ആ 10 വർഷം ജീവിതത്തിന്റെ ഏറ്റവും വലിയ മധുവിധുവായിരുന്നു എന്ന് പറയാം. അതുപോലെ ഞങ്ങൾ ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇന്ന് ഞാൻ സന്തോഷത്തോടെയാണ് ഇത് പങ്കുവെക്കുന്നത്. കാരണം എന്റെ ഭർത്താവ് പാപത്തിന്റെ അടിമത്തത്തിലല്ല, ദൈവകൃപയിലാണ് ജീവിച്ചത്. അവസാനം അങ്ങനെ ആ കൃപയിൽ കടന്നു വന്ന് സ്വർഗീയ ജീവിതം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുകയാണ്. ഒന്നേ പറയാനുള്ളൂ, പ്രിയമുള്ള സഹോദരങ്ങളെ, മദ്യപിക്കുന്ന ഭർത്താക്കന്മാരുള്ള അല്ലെങ്കിൽ ദുസ്വഭാവമുള്ള ഭർത്താക്കന്മാരുള്ള ഭാര്യമാർ നിരാശപ്പെട്ട് കരഞ്ഞു നിറവിളിച്ച് നടക്കുകയല്ല വേണ്ടത്. പ്രത്യാശയോടെ പ്രാർത്ഥനയിൽ തുടരണം. അതോടൊപ്പം തന്നെ ചില അവസരങ്ങളിൽ വിവേകത്തോടുകൂടി പെരുമാറണം. ഈശോ അങ്ങനെ ചെയ്തു, നമുക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.